കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം 32 അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായും എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. ഒന്ന്, ഇസ്രായേൽ ദൈവത്തെ വിട്ടുതിരിഞ്ഞ് വിഗ്രഹാരാധനയിലേക്ക് കടക്കുന്നു. മാത്രമല്ല, കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. രണ്ട്, ഈ മോശ ഇസ്രായേലിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. മൂന്ന്, ദൈവം മോശയോട് പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്. നാല്, മോശ ഇസ്രായേൽ മക്കളോട് കോപിക്കുകയും കൽപ്പലകകൾ തറയിലെറിഞ്ഞ് ഉടച്ചു കളയുകയും ചെയ്യുന്നു. അഞ്ച്, മോശ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. അവസാനമായി നമ്മൾ കാണുന്നത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിനാൽ ദൈവം അവരെ ദണ്ഡിപ്പിക്കുന്നതാണ്. 32 അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. 1-ാമത്തെ വചനം: എന്നാൽ മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മോശയുടെ തിരിച്ചുവരവിനായി കാത്തിരുന്ന് ക്ഷീണിതരായ ഈ ജനക്കൂട്ടം മോശ ദൈവസന്നിധിയിലേക്ക് പോയിട്ട് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങളെ നയിക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും നാൾ അവരെ നയിച്ചത് ജീവനുള്ള ഒരു ദൈവമായിരുന്നു എന്നത് ഈ ജനത മറന്നു എന്നതാണ് സങ്കടം. ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്നും മന്ന കൊടുത്തതും ജനത്തോട് സംസാരിച്ചതും ഈ ജനം മറന്നിരിക്കുന്നു. എന്നിട്ട് മനുഷ്യനിർമ്മിതമായൊരു ദൈവത്തെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുവാൻ തയ്യാറാകുന്നു. 2 മുതൽ 3 വരെയുള്ള വചനങ്ങൾ: അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഭാര്യമാരുടെയും കുട്ടികളുടെയും ആഭരണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞതിലൂടെ ഒരു പക്ഷേ അവർ പിന്തിരിയും എന്ന് അഹരോൻ ചിന്തിച്ചിട്ടുണ്ടാവും. അല്ലാതെ ആ ആഗ്രഹത്തെ വിലക്കാൻ അഹരോന് ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ സാത്താൻ ആ ജനത്തിൽ ശക്തിയോടെ പ്രവർത്തിച്ചു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർ ആഭരണങ്ങൾ കൊണ്ടുവന്നു. 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ: അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാരെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്കൊരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു. അഹരോൻ ആ സ്വർണം വാങ്ങി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അത് കണ്ട ജനം സന്തോഷിച്ചു. ദൈവത്തിൻ്റെ സ്ഥാനം അവർ കാളക്കുട്ടിക്ക് കൊടുത്തു. ജനത്തിൻ്റെ സന്തോഷം കണ്ട അഹരോൻ അതിനു മുന്നിൽ ഒരു യാഗപീഠം പണിതു. ജനം അതികാലത്ത് എഴുന്നേറ്റ് അഹരോൻ്റെ നേതൃത്വത്തിൽ ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും തുടങ്ങി. 7 മുതൽ 10 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ദൈവം മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ വഷളാക്കിയിരിക്കുന്നു. ദൈവം പറയുന്നു, നിന്റെ ജനമെന്ന്. വിഗ്രഹാരാധനയെ ദൈവം അത്രയ്ക്ക് വെറുക്കുന്നു. അതുകൊണ്ടാണ് ദൈവം നിന്റെ ജനം എന്ന് പറഞ്ഞത്. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് അവർ പറയുന്നു. ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദണ്ഡിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. ഇത് കേട്ട മോശ 3 കാര്യങ്ങളാണ് ദൈവത്തോട് പറയുന്നത്. അത് നമുക്ക് 11 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ കാണാവുന്നതാണ്. 11-ാമത്തെ വചനം, അതായത് 1-ാമത്തെ കാര്യം: എന്നാൽ മോശ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നതെന്ത്? രണ്ടാമത് മോശ പറഞ്ഞത്, മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്തിന്?
നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ. മൂന്നാമതായി മോശ പറയുന്നത്, നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളിച്ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെക്കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കും, ദൈവത്തിന് മോശയുടെ അത്ര പോലും അറിവില്ലേ എന്ന്. അതല്ല സത്യം. കാരണം ദൈവം അവരെയും നമ്മളെയും അത്രമാത്രം സ്നേഹിക്കുന്നു എന്നതാണ് സത്യം. ആ സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം കോപിച്ചു. ഇതാണ് ആത്മാർത്ഥ സ്നേഹം. ആ സ്നേഹം കിട്ടാതെ വന്നപ്പോൾ ദൈവം അവരോട് ദേഷ്യപ്പെടുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ ഒരു ചോദ്യമുള്ളത്, ദൈവം അനുതപിക്കുമോ? മാനസാന്തരപ്പെടേണ്ട ഒരു മനുഷ്യനല്ല ദൈവം. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത് മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമായി ഇസ്രായേൽ ജനതയെ നശിപ്പിക്കുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തിന് മാറ്റം വരുത്തി എന്നതാണ് ദൈവം അനുതപിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ജനമല്ല ഇവിടെ അനുതപിച്ചത്. പിന്നെയോ അവർക്ക് വേണ്ടി മോശയാണ് അനുതപിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് അനുതപിക്കേണ്ട ആവശ്യമില്ല. മോശയുടെ അനുതാപം കണ്ട ദൈവം തൻ്റെ തീരുമാനം മാറ്റി എന്നതാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് ആകെ കഴിയുക ദൈവസന്നിധിയിൽ അനുതപിക്കുക എന്നതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ കർത്താവാം യേശുക്രിസ്തുവിനോട് അനുതപിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം അണയ്ക്കുന്നതിനാലാണ് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്, ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഇത് തന്നെയാണ് മോശയും ചെയ്തത്. ഇതൊന്നും തന്നെ ഇസ്രായേൽ മക്കൾ അറിഞ്ഞിരുന്നില്ല. അതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തുവും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ചെയ്യുന്ന മാധ്യസ്ഥം. ചിലരൊക്കെ പറയാറില്ലേ, എൻ്റെ ഭാഗ്യമാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. അതെ, അവർക്കത് ഭാഗ്യമായി തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് വേണ്ടി അണയ്ക്കുന്ന മാധ്യസ്ഥമാണ് അതെന്ന് ആരും തിരിച്ചറിയുന്നില്ല. 15 മുതൽ 18 വചനങ്ങൾ. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി. സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവും ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിനവൻ, ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് മോശയുടെ പ്രതികരണമാണ്. 19 മുതൽ 21 വചനങ്ങൾ. അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്നെറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. മോശ അഹരോനോട്, ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഇനി നമ്മൾ കാണുന്നത് അഹരോൻ്റെ പ്രതികരണമാണ്. നമ്മളെപ്പോലെ തന്നെ അഹരോന് ന്യായീകരിക്കുന്നത് ശ്രദ്ധിക്കുക. 22 മുതൽ 25 വചനങ്ങൾ. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനൻ്റെ കോപം ജ്വലിക്കരുതേ. ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ അവനോട് പറഞ്ഞു. ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എൻ്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തിലുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അഹരോൻ്റെ ന്യായീകരണം കേട്ട മോശയുടെ പ്രതികരണം വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം. 27 മുതൽ 30 വചനങ്ങൾ. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ്റെ സഹോദരനെയും താൻ്റെ സ്നേഹിതനെയും താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവീൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താൻ്റെ മകനും താൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പീൻ എന്ന് മോശ പറഞ്ഞു. പിറ്റേന്നാൾ മോശ, നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. പക്ഷേ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്കിടയാകും എന്ന് പറഞ്ഞു.
തുടർന്ന് നമ്മൾ കാണുന്നത് മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ക്ഷമ ചോദിക്കുന്നതും സ്വയം പാപമേറ്റെടുക്കുന്നതുമാണ്. 31 മുതൽ 32 വരെയുള്ള വചനങ്ങൾ. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ചു കളയണമേ. ദൈവം വളരെ മനോഹരമായി മോശയോട് പ്രതികരിക്കുന്നത് കാണുക. 33 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. ആകയാൽ നീ പോയി നിന്നോട് അരുളിച്ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോക. എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പിൽ നടക്കും. എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്നരുളി ചെയ്തു. കേവലം ഒരു മനുഷ്യന് മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുകയില്ല. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കഴിയുകയില്ല. അതിലേറ്റവും മോശമായത് ആത്മാവിൻ്റെ അപജയമാണ്. മനുഷ്യരാൽ കൊത്തിയുണ്ടാക്കിയ രൂപങ്ങൾ തൊട്ടു വണങ്ങുകയും അവർ കൊത്തിയുണ്ടാക്കിയ സാധനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനിലും പാപമുണ്ട്. ആ പാപം ഉപേക്ഷിക്കാത്ത, വെറുക്കാത്ത പാപിയെ യേശുക്രിസ്തു പോലും കൈവിട്ട് കളയും. വിശുദ്ധ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. 1 യോഹന്നാൻ 5:21 ഞാൻ വായിച്ചത്. തുടർന്ന് ദൈവത്തിൻ്റെ പ്രതികാരം നമ്മൾ ശ്രദ്ധിക്കണം. അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു. ഇന്ന് പ്രാർത്ഥനയ്ക്കായി അനേകർ ഉപയോഗിക്കുന്ന കൊന്ത അവരുടെ സകല നാശത്തിനും കാരണമാകും എന്ന് അവർ തിരിച്ചറിയുന്നില്ല. അത് രോഗങ്ങളിലേക്കും രോഗശയ്യയിലേക്കും അവരെ നയിക്കും. അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പുരോഹിത വർഗം അവരെക്കാൾ അധികം ശിക്ഷയ്ക്ക് യോഗ്യരായി മാറും എന്നതാണ് സത്യം. കൊന്ത മാത്രമല്ല, പള്ളികളിൽ നിന്ന് കിട്ടുന്ന വെന്തിങ്ങ അനേകർ കഴുത്തിലിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. മറ്റിതര രൂപങ്ങളെ മുത്തുന്നത്, മനുഷ്യൻ രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയ രൂപങ്ങളുടെ മുന്നിൽ തിരി കത്തിക്കുന്നതും ദൈവസന്നിധിയിൽ നമുക്കെതിരെയുള്ള വലിയ പാപങ്ങളാണെന്ന് എത്ര പേർ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.